ഞങ്ങള് മേക്കപ്പ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാനം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഈ മാസത്തെ സമ്മാനം കൊടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നമ്മള് ഒരു ഗീവ് അവേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസത്തില് ബുക്കിംഗ് വരുന്നവരിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ട് നമ്മള് അതിന് 3 പേർക്ക് ഹണിമൂൺ പാക്കേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാഗമണ്ണിലേക്ക്. അപ്പോ ഓഗസ്റ്റ് മാസം കഴിഞ്ഞല്ലോ. അപ്പൊ നമ്മള് ആദ്യം വിചാരിച്ചിരുന്നത് 3 മാസത്തെയും കൂടെ ഒരുമിച്ച് എടുക്കാമെന്നാ വിചാരിച്ചിരുന്നത്. പിന്നെ വിചാരിച്ചു അത് വേണ്ട, ഓരോ മാസം കഴിയുമ്പോൾ അങ്ങനെ ഓരോരുത്തർക്കായിട്ട് കൊടുത്ത് അങ്ങനെ 3 പേരാക്കാന്ന് വിചാരിച്ചു. നമ്മളപ്പോ ആ വിന്നറിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പലർക്കും ഇങ്ങനെ ഹണിമൂൺ പാക്കേജ് എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു, നമ്മളത് കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ ചുമ്മാ ബുക്കിംഗ് കിട്ടാൻ വേണ്ടി മാത്രം അങ്ങനെ പറയുന്നതാണോ എന്നൊക്കെ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോ അത് നമ്മൾ ചുമ്മാ പറഞ്ഞതൊന്നുമല്ല, നമ്മള് 3 പേർക്ക് കൊടുക്കുന്നതാണ്. അപ്പൊ ഓഗസ്റ്റ് മാസത്തിലെ ബ്രൈഡിന്, അത് ഏതാണ് ആ ബ്രൈഡ് നമുക്ക് നോക്കാം. അപ്പോ അവരെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവില് വന്നത്. അപ്പൊ നമുക്ക് കർക്കിടകമൊക്കെ ആയതുകൊണ്ട് ഓഗസ്റ്റ് 15 മുതലായിരുന്നു നമുക്ക് ബുക്കിംഗ് വന്നിരുന്നത്. ബ്രൈഡ്സിന്റെ ബുക്കിംഗ് നമുക്ക് 7 പേരാണ് ഉണ്ടായിരുന്നത്. അതില് നമുക്ക് നോക്കാം എത്ര പേര്. അതിലൊരാൾക്കാണ് ഈ 7 പേരിൽ ഒരാൾക്കാണ് നമ്മള് ഈ ഹണിമൂൺ പാക്കേജ് കൊടുക്കാൻ പോണത്. അപ്പൊ അതെങ്ങനെ തെരഞ്ഞെടുക്കണമെന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചു പേപ്പറിൽ എഴുതിയിട്ട് മടക്കി ഇങ്ങനെ കുലുക്കിയിട്ട് ഇങ്ങനെ തെരഞ്ഞെടുക്കാന്ന് വിചാരിച്ച്. അപ്പൊ നമ്മള് തന്നെ പേരൊക്കെ എഴുതി ഒന്ന് സെറ്റ് ചെയ്യട്ടെ. നമ്മള് 7 പേരുടെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് എഴുതി പേപ്പറിലേക്ക് സെറ്റ് ചെയ്യണം. റൂളൊക്കെ പറഞ്ഞല്ലായിരുന്നു. നമ്മ പറഞ്ഞിരുന്നത് ബ്രൈഡൽ മേക്കപ്പ് ബുക്ക് ചെയ്യുന്ന ആൾക്കാർ, അതായത് 10,000 രൂപയ്ക്ക് മേലെ ബുക്കിംഗ് വരുന്നവരിൽ നിന്നാണ് നമ്മൾ ഈ തെരഞ്ഞെടുത്തേക്കുന്നത്. പിന്നെ ഗസ്റ്റ് മേക്കപ്പ് അങ്ങനെ അത് നമുക്ക് കൊടുത്തിട്ടില്ല. ബ്രൈഡ്സിന് മാത്രമാണ് നമ്മൾ ഈ പാക്കേജ് കൊടുത്തിരുന്നത്. പിന്നെ എൻഗേജ്മെന്റിന്റെ നമ്മൾ അങ്ങനെ കൊടുത്തില്ലായിരുന്നു. നമ്മൾ വെഡിങ് മേക്കപ്പാണ് നമ്മൾ കൊടുത്തിരുന്നത്. എന്നാന്ന് വെച്ചാൽ എൻഗേജ്മെന്റ് മേക്കപ്പിന് അത്ര നേരത്തെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചു. അതുകൊണ്ട് നമ്മൾ വെഡിങ് മേക്കപ്പിന് മാത്രമായിരുന്നു ഈ ഗീവ് അവേ ഇട്ടിരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിൽ ആരാണ് ഭാഗ്യശാലി എന്ന് നോക്കാം. ഞാനിങ്ങനെ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് പേരൊക്കെ എഴുതി കുറിയെടുക്കാനൊക്കെ. ബുക്ക് നോക്കിയിട്ട് നെയിമും പറഞ്ഞിരുന്നേ. ശ്രീലക്ഷ്മി 2, 3 ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫാദറിന്റെ നെയിം കൂടി കൂട്ടി പറയണം. മരിയറ്റാണ്. ഇതൊന്നും ചെവിക്കകത്ത് കുത്തി വെച്ചു. അതൊന്നല്ല. ഫസ്റ്റ് ബ്രൈഡ് മരിയറ്റ് ജോസ്. രണ്ടാമത്തെ പേര് പറഞ്ഞേ ശ്രീലക്ഷ്മി സൂര്യ. രണ്ടാമത്തെ ബ്രൈഡ് ശ്രീലക്ഷ്മി സൂര്യ. അനുശ്രീ അഖിൽ. ജയന്തി. ശ്രീലക്ഷ്മി ബിനു. ദിവ്യ. ചെറിയ. 7 ബ്രൈഡ്സിന്റെ പേര് നമ്മൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് മടക്കാം. ഒരുപോലെ മടക്കണം. ഒരുപോലെ മടക്കണേ. ഇതിപ്പോ നമ്മ ആരെ കൊണ്ട് എടുപ്പിക്കും? ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ട് എടുപ്പിക്കാന്നാ വിചാരിച്ചിരുന്നത്. പക്ഷെ അവൻ പോയി, ടാറ്റ പോയി എന്നൊക്കെ. ഒത്തിരി പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നേ, നമ്മളിത് കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ വർക്ക് കിട്ടാൻ വേണ്ടി ചുമ്മാ പറയുന്നതാണോ എന്നൊക്കെ ഒത്തിരി പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഓഗസ്റ്റില്. പിന്നെ അത് മാത്രമല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ എന്ന് വരുമ്പോൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ കല്യാണം കഴിഞ്ഞവർക്ക് അത് ഹണിമൂണിന് ഒരു നല്ല ഡിലേ വരും. 2 മാസം എന്ന് പറയുമ്പോൾ. പിന്നെ അത്യാവശ്യം പുറത്തുള്ളവരുണ്ട്. അപ്പൊ നമുക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അവർക്ക്. അപ്പൊ അത് എന്നാ പറയാ, പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ അവർക്ക് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഓരോ മാസത്തെ വെച്ച് എടുക്കുവാന്നുണ്ടെങ്കിൽ
അവർക്കൊരു സന്തോഷം, നമുക്കും അത് തന്നെയാണ് ബെറ്റർ എന്ന് തോന്നി. അപ്പൊ നമുക്ക് നോക്കാം ആരാണ് ആ ഭാഗ്യശാലി എന്ന് നോക്കാം. സത്യം പറഞ്ഞത് ഓഗസ്റ്റിലെ പ്രൈസ് ഒന്നും എന്നോട് ചോദിച്ചിട്ടില്ല. ഞങ്ങൾക്ക് തന്നെ തോന്നിക്കാൻ ചുമ്മാ പറഞ്ഞതാണ്. ഒരു ആരും എന്നോട് ഓഗസ്റ്റ് മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ വെഡിങ്ങിന് വന്നപ്പോൾ ഒന്നും എന്നോട് ചോദിച്ചില്ല. ചേച്ചി ഈ പാക്കേജിന്റെ കാര്യം ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കാം. സർപ്രൈസ് എനിക്ക് ആദ്യം തോന്നുന്നു ഈ പ്രൈസില് നമുക്ക് അങ്ങനെ രാത്രി കിട്ടിയാൽ നമുക്ക് സന്തോഷമാണ്. എനിക്ക് ഏതാ എന്താ മനസ്സിലാവുന്നു. കറക്റ്റായിട്ട് ഇപ്പോൾ നടക്കണം. അതാണ് ഇതിന് പ്രശ്നം. മാറ്റാൻ തോന്നി വാഗമണില് ഒരു റിസോർട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം പേരും മെൻഷൻ ചെയ്തിട്ടേക്കാം ഏതാ റിസോർട്ടെന്ന്. അപ്പോൾ നമ്മുടെ കഴിച്ചിട്ട് സന്തോഷമായിട്ട് നമ്മളെ ചെയ്യാൻ പറ്റുന്നത് നമ്മളായിട്ട് കൊടുക്കുന്നു. ഇനി സെപ്റ്റംബറില നമ്മൾ ഒക്ടോബർ ആദ്യം റിവീൽ ചെയ്യും. ഒക്ടോബറില നമ്മൾ നവംബർ ആദ്യം. അപ്പോ നിങ്ങളുടെയൊക്കെ ഒരു സഹകരണം വെച്ച് നമ്മൾ ഇനി നവംബർ, ഡിസംബർ, ജനുവരി ഇത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കുള്ളൂ. അപ്പൊ ചോദിച്ചിട്ടുണ്ട് കുറച്ച് പേരുള്ളൂ. നവംബറിലെ കുറച്ച് ബ്രൈഡ്സ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി നമുക്ക് ഇത് കുറച്ചും കൂടെ നീട്ടി തരാൻ പറ്റുമോ എന്നൊക്കെ ചിലർ ചോദിച്ചിട്ടുണ്ട്. അപ്പോ കൂടുതൽ ബുക്കിംഗ് വന്നാൽ നമുക്ക് അത്ര സന്തോഷം. അപ്പൊ നമ്മൾ കൂടുതല് ഇപ്പൊ നമ്മ വാഗമണ്ണിലേക്ക് കൊടുത്തത് ചിലപ്പോ തായ്ലാന്റ് കൊടുക്കും, മലേഷ്യ കൊടുക്കും. നമുക്ക് ഈ ഒരു പരിപാടി ഓടുമെന്ന് ചിലപ്പം നീട്ടും. ഈ ഒരു മാർച്ച് വരെ നീട്ടണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പരിപാടി ഉദ്ദേശിക്കുന്നവരിത് സെറ്റപ്പായ നമ്മള് ഉറപ്പായിട്ട് നീട്ടും. നീട്ടി കൊടുക്കും. എല്ലാ മാസവും ഓരോ ബ്രൈഡിന്. ഇത് അതല്ലാതെ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. ഇതിപ്പോ ഞങ്ങൾ തുടക്കമായത് കൊണ്ട് മാത്രമാണ് ഈ ഒരു സംഭവത്തിലോട്ട് ഒതുക്കിയത്. നമ്മള് 7 പേരുടെ അല്ലേ ഒരുപോലെ മടക്കി സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. എന്തിനിടയ്ക്കിടയ്ക്ക് താഴെ കളയുമ്പോൾ തന്നെ ആൾക്കാർ വെക്കേണ്ട കളത്തരുന്നു. താഴെ പോയതാണ്. പാത്രം വരെ എടുക്കണം. ആ പാത്രം പാത്രം ഓടിപ്പോയെടുത്തരാ. പേര് ഞങ്ങൾക്ക് പോലും മനസ്സിലാവുന്നില്ല. 4, 5, 6 ഇത് നമുക്ക് നമ്മള് തന്നെ എടുക്കാതെ അപ്പുറത്തെ ലോമനാമനെ കൊണ്ട് പോയി എടുപ്പിച്ചാലോ? അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നിയാലോ, ഞങ്ങളിത് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ബ്രൈഡിന് വേണ്ടി കൊടുക്കുന്നതാണോ എന്ന് നിങ്ങൾക്ക് തോന്നിയാലോ? അതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ട് എടുപ്പിക്കാന്ന് വിചാരിച്ചിരുന്നത്. അപ്പൊ കുഞ്ഞ് അപ്പുറത്തേക്ക് പോയി. അപ്പൊ ഞങ്ങൾ അന്നേരം അപ്പുറത്തെ വീട്ടിലെ ഷീബ ചേച്ചിനെ കൊണ്ടോ ഓമനാമനെ കൊണ്ടോ സതീശൻ ചേട്ടനെ കൊണ്ടോ ആരെ കൊണ്ടെങ്കിലും എടുപ്പിക്കാം. അതായിരിക്കും ബെറ്റർ. 7 പേരുകൾ. എന്റെ കൈ കയറത്തുള്ളൂ, ഞങ്ങളെ കൈ കയറും. അതെ, നമ്മള് ഇത് പാത്രത്തിലാക്കിയിട്ടുണ്ട്. അപ്പുറത്ത് നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. നമുക്ക് വഴിയിലേക്ക് ഇറങ്ങാം. ആരെ കൊണ്ടെങ്കിലും ഓമൻ ചേച്ചി ഒന്നിങ്ങോട്ട് വരുമോ? പോക്കുണ്ട്. സൂപ്പർ. ഇത് ഞങ്ങളുടെ വീട്. ഓമൻ ചേച്ചി കുറി എടുക്കാവോ? ഇത് കൂടെ ഒരെണ്ണം എടുത്താൽ മതി. ഇതിനകത്ത് ഒരു പേപ്പർ എടുത്താൽ മതി. ഞങ്ങള് മേക്കപ്പ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാനം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഈ മാസത്തെ സമ്മാനം കൊടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ അപ്പൊ ഇതിന്ന് കൊച്ചിനെ കൊണ്ട് എടുപ്പിക്കാന്നാണ് വിചാരിച്ചത്. അവൻ അപ്പൊ ജയാന്റിയുടെ അടുത്ത് പോയി. ഞങ്ങളുടെ വീടിനടുത്തുള്ള ചേച്ചി അത് എന്താ ഞങ്ങളെടുത്ത് ഇനി ഞങ്ങൾക്ക് അറിയാവുന്ന ആരുടെങ്കിലും പേരെടുത്താലോ? കുഴപ്പമില്ല. അപ്പൊ എടുത്തിട്ടുണ്ട്.
ഒരു സമ്മാനം ഞാൻ എന്റെ ബ്രൈഡ്സിന്ന് ഒരാൾക്ക് ഹണിമൂൺ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിന് ഓരോരുത്തർ തെരഞ്ഞെടുത്തിട്ട്. അപ്പൊ ഓഗസ്റ്റ് എന്തായാലും കഴിഞ്ഞല്ലോ. അതിലാരാ നോക്ക ജയന്തി തീക്കോയിലുള്ള ബ്രൈഡാ. ജയന്തിയെ വിളിക്കാം വീട്ടിൽ ചെന്നിട്ട്. അതെ, താങ്ക് യു. അതെ, ജയന്തി ബ്രൈഡ് വീഡിയോ കോൾ വരാൻ ചോദിച്ചു. വീഡിയോ കോൾ വിളിക്കല്ലേ ഓണാശംസകൾ. കുറച്ച് കഴിഞ്ഞിട്ട് നീ ഗോപേഷ് പറയും, എനിക്ക് വായിക്കാനുള്ള താണിപ്പില്ല. ലിമിറ്റഡ് ഓഫറൊന്നും അല്ലത്. നിലവിലിപ്പം ഞങ്ങളുടെ ഈ ഓഫർ പോകുന്നത് നവംബർ വരെയാണ്. ജയന്തി പറയല്ലേ, ലൈവിലാണ്. എടാ, ഞങ്ങളിപ്പോ ഒരു ലൈവിലാണ്. നീ കണ്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. നമ്മളൊരു ഗീവ് അവേ ഇട്ടായിരുന്നു. നമുക്കൊരു ഹണിമൂൺ പാക്കേജ് ആയിട്ട് നമ്മൊരു ഗീവ് അവേ ഇട്ടിട്ടുണ്ടായിരുന്നു വാഗമണ്ണിലേക്ക്. അപ്പൊ അതില് വിന്നർ അയക്കുന്നത് നിങ്ങളാണ് കേട്ടോ. ഗിഫ്റ്റ് അല്ല, ഒരു ഹണിമൂൺ കോട്ടേജ് ആണ് വാഗമണ്ണിലെ ഒരു റിസോർട്ട് നമ്മൾ നിങ്ങൾക്ക് ഹണിമൂൺ ആയിട്ട് എടുത്തു തരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബ്രൈഡ്സിന്നൊക്കെ സെലക്ട് ചെയ്തതില് നിങ്ങളാണ് വിന്നർ അയക്കുന്നത്. അപ്പൊ ഞാനത് വിളിച്ചു പറയാനായിട്ട് വിളിച്ചതാണ്. അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നെ വിളിക്കാം. അപ്പൊ ഞാനിപ്പോ എന്റെ വീട്ടിൽ വന്നതേ ഉള്ളൂ. എന്താ ഓണത്തിന് ഇങ്ങോട്ട് വന്നതാ ഉച്ച കഴിഞ്ഞിട്ട്. ഓക്കെ. അപ്പൊ ഞങ്ങളുടെ വക ഒരു ഓണ സമ്മാനം കൂടെ. അപ്പൊ എന്തായാലും ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വിളിച്ച് പറയാം എങ്ങോട്ടാണെന്ന് എന്താന്നൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. നിങ്ങളെ ഒരു ഡേറ്റ് എന്നിട്ട് കൺഫേം ചെയ്ത് പറഞ്ഞാൽ മതി. അപ്പൊ അതനുസരിച്ച് നമ്മൾ ബുക്ക് ചെയ്യാം, നിങ്ങക്ക് പറ്റുന്ന ഒരു ഡേ. ഓക്കെ ഓക്കെ, ശരി. അപ്പോ നമ്മുടെ ഗീവ് അവേ ഒക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ വിന്നറ് ജയന്തി ആയിരുന്നു. ജയന്തി നമ്മ ഇങ്ങനെ എൻഗേജ്മെന്റും മേക്കപ്പ് കൊളമായിട്ട് എന്നോട് ഭയങ്കര വിഷമം വന്ന് പറഞ്ഞ ഒരു ബ്രൈഡായിരുന്നു. പിന്നെ അത് മാത്രമല്ല, എയർ ബ്രഷ് മേക്കപ്പാണ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ബ്രൈഡ്സ് ഒക്കെ ഒരുപോലെയാണ്. എങ്കിലും ജയന്തിയാണ് ഫസ്റ്റ് വിന്നറ് നമ്മുടെ ഈ ഗീവ് അവേയില്. പിന്നെ ഈ സംഭവം ഹിറ്റ് ആവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, ജയന്തിയും പ്രാർത്ഥിക്കുമായിരിക്കും. ഓക്കെ. അപ്പൊ നമ്മുടെ വിന്നർ ജയന്തിയാണ്, തീക്കോയിലുള്ള ബ്രൈഡ് ജയന്തി. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാ മാസവും ഓരോരുത്തരെ സെലക്ട് ചെയ്യും. അത് ഞങ്ങൾ ഇതുപോലെ ഇനി കുറച്ചുകൂടി സെറ്റപ്പായിട്ട് വരുത്തണം ഞങ്ങൾക്കുണ്ട്. ഈ പേപ്പർ പരിപാടി മാറ്റിയിട്ട് അതൊന്ന് പ്ലാൻ ചെയ്യണം. ഇത് ആദ്യമായാണ് ഞങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ല. ഇത് തന്നെ മറ്റേ വലിയ ചെയ്ത് തന്നെ വലിയ കഷ്ടപ്പെട്ടിട്ട്. പിന്നെ മൈക്കിന്റെ ഒരു പോരായിക. പിന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാ പേജ് ഇതൊന്ന് ഫോളോ ചെയ്യണം ആൾക്കാർ. ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ വന്നത് ലൈഫ് വിത്ത് പാണ്ടൻസ് എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. അപ്പോ അതൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇൻസ്റ്റയില് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം. ഞങ്ങളുടെ നല്ല പാൽക്കാരൻ പയ്യനെ കണ്ടു, 2 പേരുണ്ടോ? പാൽക്കാരൻ പയ്യൻ. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി അടുത്ത ലൈവില് കാണാം. ഇതുപോലെ വേറെ എന്തെങ്കിലും ഗീവ് അവേ ഇത് മറ്റേ എല്ലാവർക്കും ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് ഓർത്തോണ്ട് ഞങ്ങൾ ചെയ്തതാണ്. അല്ലാതെ ഞങ്ങക്ക് മറ്റേ ഉപകാരമല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെയല്ലേ പറയണ്ടേ, ഉപകാരം നല്ലതല്ലേ പറയണ്ടേ. നമ്മ ബ്രൈഡ്സ് ഗിഫ്റ്റ് ബ്രൈഡ്സ് നമ്മുടെ വരുമ്പോ നമ്മളും എന്നാ പറയാ, ഇങ്ങനെ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അവർക്കും കുറച്ച് സന്തോഷമായിരിക്കുമല്ലോ. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഹണിമൂൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരാഗ്രഹമാണ് അത്. അപ്പോ നമ്മ വിചാരിച്ചു അങ്ങനെ ഒരു സംഭവം ആകുമ്പോ, പിന്നെ അത് മാത്രല്ല കേട്ടോ, നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയുള്ള പ്രമോഷനും ഉണ്ട്, അതും മറ്റൊരു സത്യമാണ്. അപ്പോ എന്തായാലും ജയന്തിക്ക് നല്ല സന്തോഷമായി. അപ്പോൾ ഇനി ജയന്തിനെ വിളിച്ച് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്ക് പറ്റുന്ന ഒരു ഡേറ്റ് നോക്കിയിട്ട് അവരെ ഹണിമൂണിന് വിട്ട് അതിനൊരു അപ്ഡേറ്റും ഉണ്ടായിരിക്കും. എന്തായാലും നമ്മ ഏത് റിസോർട്ടാണ് കാര്യങ്ങളൊക്കെ ഈ ലൈവിന്റെ അടിയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യും, അതൊക്കെ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോ ഇന്നത്തെ ലൈവ് ഇത്രേ ഉള്ളൂ. നമ്മ വലിച്ചു നീട്ടി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ബൈ ബൈ ബൈ.